ഇത് ലാബ് കെയറിൻ്റെ ഒരു 41 ചിപ്സെറ്റ് മദർ ബോർഡാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് പവർ ഓൺ ചെയ്യുമ്പോൾ ഫാൻ പെട്ടെന്ന് ഓഫായി പോകും. അതായത് ഷോർട്ട് കണ്ടീഷനാണ് കാണുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ്, റെഡ് കളറുള്ള പ്രോബ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം അത് ഓംസിൽ, അതായത് 2K ഓംസ്, അതുമല്ലെങ്കിൽ നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ ബസറിലേക്ക് മാറ്റിയിടുക. മൾട്ടിമീറ്ററിൻ്റെ ഷോർട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ബസറിലേക്ക് മാറ്റിയിടുക. റെഡ് പ്രോബ് നെഗറ്റീവ് ബ്ലാക്ക് വയർ വരുന്ന സ്ഥലത്ത് കണക്ട് ചെയ്യുക. അതിനുശേഷം ബ്ലാക്ക് പ്രോബ് എടുത്തിട്ട് മൾട്ടിമീറ്ററിൻ്റെ SMPSൻ്റെ യെല്ലോ വയർ, അതായത് കോർ വോൾട്ടേജ് കൊടുക്കുന്ന സ്ഥലത്ത് യെല്ലോ വയർ വരുന്ന സ്ഥലത്ത് കണക്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഷോർട്ട് കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അവിടെ കുഴപ്പമൊന്നുമില്ല. അടുത്തത് ATX കണക്ടർ വരുന്ന സ്ഥലത്ത് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ മുകൾ ഭാഗത്ത് രണ്ടാമത്തെ പിന്ന് വരുന്ന സ്ഥലത്ത് ഷോർട്ടാണ് കാണിക്കുന്നത്. അതായത് അവിടെ ATX കണക്ടറിൽ റെഡ് കളർ വരുന്ന സ്ഥലമാണ്. അവിടെ 5 വോൾട്ടാണ്. ആ 5 വോൾട്ട് വരുന്ന സ്ഥലം മദർ ബോർഡിൽ ഷോർട്ടാണ്. അതുകൊണ്ടാണ് പവർ ഓൺ ചെയ്യുന്ന സമയത്ത് SMPS ഓണായിട്ട് ഉടനെ തന്നെ കട്ട് ഓഫ് സ്റ്റേറ്റിലേക്ക് മാറുന്നത്. നമുക്ക് ആ ഷോർട്ട് എവിടെയാണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു DC പവർ സപ്ലൈ ഉപയോഗിക്കാം. അത് വേരിയബിൾ ആണെങ്കിൽ വളരെ നല്ലതാണ്. എൻ്റെ കയ്യിലുള്ള DC പവർ സപ്ലൈ 30 വോൾട്ട് DC വരെ കൂട്ടാൻ പറ്റുന്നതാണ്. അത് 1.5 തുടങ്ങി 30 വോൾട്ട് വരെ വേരി ചെയ്യിക്കാം. അല്ലെങ്കിൽ 0 വോൾട്ട് തുടങ്ങി 30 വോൾട്ട് വരെ വേരി ചെയ്യിക്കാം. അതിൻ്റെ ആംബിയർ 5 ആംബിയർ വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിലേക്ക് 2 പ്രോബുകൾ കണക്ട് ചെയ്യുക. ഒന്ന് ബ്ലാക്കും ഒന്ന് റെഡുമാണ് കൂടുതൽ നല്ലത്. ബ്ലാക്ക് പ്രോബ് മദർ ബോർഡിൻ്റെ ഗ്രൗണ്ട്, അതായത് നെഗറ്റീവ് വരുന്ന സ്ഥലത്ത് കണക്ട് ചെയ്യുക. റെഡ് പ്രോബ് നമ്മൾ ഇപ്പോൾ ഷോർട്ട് കണ്ടീഷൻ കാണിച്ച സ്ഥലത്ത്, അതായത് 5 വോൾട്ട് വരുന്ന സ്ഥലത്ത് കണക്ട് ചെയ്യുക. നമ്മുടെ DC പവർ സപ്ലൈയിലെ വോൾട്ടേജ് ഒരു 2 വോൾട്ട് സെറ്റ് ചെയ്താൽ മതിയാകും. കാരണം അതിൽ കൂടുതൽ സെറ്റ് ചെയ്താൽ ഷോർട്ടായ സ്ഥലത്ത് ബേൺ ചെയ്ത് പ്രിൻ്റ് കത്തിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ആ ഷോർട്ട് കാണിച്ച സ്ഥലത്ത്, അതായത് 5 വോൾട്ടിൻ്റെ സ്ഥലത്ത് അത് കണക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 4.96 ആംബിയർ കാണാൻ പറ്റും. അതായത് ഈ DC പവർ സപ്ലൈ കണക്ട് ചെയ്തതിന് ശേഷം ഷോർട്ടുള്ള ഭാഗത്ത് ഏതെങ്കിലും കമ്പോണൻ്റ് ഷോർട്ട് ഉണ്ടെങ്കിൽ അവിടം ഹീറ്റാകും. അപ്പോൾ നമ്മൾക്കത് കൈയിൻ്റെ വിരലുകൾ തൊട്ട് നോക്കിയാൽ അവിടുത്തെ ഹീറ്റ് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ വിരൽ തൊടുന്ന സ്ഥലത്ത് PCB ഹീറ്റ് ആവുന്നുണ്ട്. അതായത് അവിടെയുള്ള ഏതൊരു കമ്പോണൻ്റ് ഷോർട്ടാണ് എന്നർത്ഥം. ഇപ്പോൾ ആ നെഗറ്റീവ് പ്രോബ് ഊരിപ്പോയി. അത് ഞാൻ രണ്ടാമത് കണക്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും നോക്കുകയാണ്.
അവിടെയുള്ള ആ ഭാഗത്ത് ഉള്ള ഒരു കമ്പോണൻ്റ് ഹീറ്റ് ആകുന്നുണ്ട്. അവിടെ ഒരു ഡിസ്ക് കപ്പാസിറ്റർ കിടക്കുന്നുണ്ട്. മിക്കവാറും അത് കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. നമുക്കത് ഊരി ചെക്ക് ചെയ്ത് നോക്കാം. ഇത് മറ്റൊരു ഏതെങ്കിലും IC ആണോ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ, ഡയോഡ് മുതലായ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഷോർട്ടാണെങ്കിലും ഹീറ്റാവും. അതായത് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓരോ കമ്പോണൻ്റ് ഊരി ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഏത് ഭാഗത്താണ് ഷോർട്ടുള്ളത് ആ കമ്പോണൻറ്റ് മാത്രമേ ഹീറ്റാകുകയുള്ളൂ. മറ്റുള്ള കമ്പോണൻറ്റ്സ് ഹീറ്റാകുകയില്ല. അപ്പോൾ ആ പർട്ടിക്കുലർ ഭാഗം മാത്രം നമുക്ക് എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ. ഇനി നമുക്ക് ആ കമ്പോണൻ്റ് ഊരി ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ അല്പം പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് തൽക്കാലം ട്രൈപോഡ് ഇല്ലാത്തതിനാൽ നിങ്ങൾക്കത് ഊരി മാറ്റുന്നത് കാണിക്കാൻ സാധിക്കില്ല, ക്ഷമിക്കണം. ശരിക്ക് അത് ബ്ലോവർ ഉപയോഗിച്ചാണ് ഹീറ്റ് ചെയ്യേണ്ടത്. ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് ചെയ്തത് കാരണം എനിക്കിപ്പോൾ ചെയ്യാൻ നിർവാഹമില്ല. അതുകൊണ്ടാണത് സോൾട്ടൊക്കെയാണ് ഉപയോഗിച്ച് മാറ്റുന്നത്. ഞാൻ കമ്പോണൻ്റ് മാറ്റിയിട്ടുണ്ട്. അവിടെ പുതിയത് പകരമൊന്നും ഇട്ടിട്ടില്ല. ഞാനിപ്പോൾ ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, ഷോർട്ട് മാറിയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി വീണ്ടും നമുക്ക് DC പവർ സപ്ലൈ കണക്ട് ചെയ്ത് ഷോർട്ട് മാറിയോ എന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ആ 5 വോൾട്ട് ഷോർട്ട് മുൻപ് കാണിച്ച സ്ഥലത്ത് വീണ്ടും കണക്ട് ചെയ്തു. ഇപ്പോൾ ഷോർട്ട് കാണിക്കുന്നില്ല. ഇനി നമുക്ക് അവിടെ നിന്ന് ഒരു കമ്പോണൻ്റ് ഷോർട്ട് ആയിരുന്നോ എന്ന് ഉറപ്പിക്കാം. അതിനായിട്ട് മൾട്ടിമീറ്റർ എടുത്തിട്ട് അത് ബസറിലേക്കും ഷിഫ്റ്റ് ചെയ്തിടുക. അത് എന്തിനാണെന്ന് വെച്ചാൽ ഷോർട്ട് കണ്ടീഷനിൽ ആ ബസർ ബീപ്പ് ചെയ്യും. ആ കമ്പോണൻ്റ് ഇങ്ങനെ ചെക്ക് ചെയ്യാം. രണ്ടറ്റത്തും ഓരോ പ്രോബ് കൊടുത്തിട്ട് ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ മീറ്ററിലേക്ക് ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഓംസ് 0.6 ആണെന്ന് മനസ്സിലാവും. അതായത് ആ കമ്പോണൻ്റ് ഉറപ്പായിട്ടും ഷോർട്ടായിരുന്നു. നമ്മളത് ഊരി മാറ്റി പുതിയതൊന്നിട്ടിട്ട് വീണ്ടും ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതൊരു ബ്രാൻഡഡ് ബോർഡൊന്നുമല്ല. ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചൊരു ബോർഡാണ്. ഈ ബോർഡ് ഫസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ, അതായത് CMOS ബാറ്ററിയൊക്കെ റീസെറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ 2-3 പ്രാവശ്യം ഫോൺ ഓഫ് ആയതിന് ശേഷം മാത്രമേ പ്രോപ്പറായിട്ട് പോസ്റ്റ് നടന്ന് ഡിസ്പ്ലേയിലേക്ക് വരികയുള്ളൂ. നിങ്ങൾക്ക് അത് പോസ്റ്റ് കാർഡിൽ കാണാൻ പറ്റും. ഈ പോസ്റ്റ് കാർഡിനെ പറ്റിയൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ബോർഡ് ഷോർട്ട് കണ്ടീഷൻ മാറി അത് ശരിയായിട്ടുണ്ട്.